ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 89 ശ്ലോകം 1, 2, 3. രമാ ജാനേ ജാനേ യദിഹ തവ ഭക്തേഷു വിഭവോ ന സമ്പദ്യഃ സദ്യസ്തദിഹ മദകൃത്വാ ദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രദിശസി തതഃ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവദീയേച്യുതി കഥാ. സദ്യപ്രസാദരുഷിതാൻ വിധി ശങ്കരാദീൻ കേചിദ് വിഭോ നിജഗുണാനുഗുണം ഭജന്തഃ ഭ്രഷ്ടാ ഭവന്തി ബത കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. ശകുനിജഃ സതു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദധീശ്വരം സ ച ദിദേശഗിരീശമുപാസിതും ന തു ഭവന്തമബന്ധുമസാധുഷു. രമാ ജാനേ ജാനേ യത് ഇഹ തവ ഭക്തേഷു വിഭവഃ ന സദ്യഃ സമ്പദ്യഃ തത് ഇഹ മദകൃത്വാദ അശമിനാം പ്രശാന്തിം കൃത്വാ ഏവ പ്രദിശസി തതഃ കാമം അഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവദീയേച്യുതി കഥാ. സദ്യപ്രസാദ രുഷിതാൻ വിധി ശങ്കര ആദീൻ കേചിദ് വിഭോ നിജഗുണ അനുഗുണം ഭജന്തഃ ഭ്രഷ്ടാഃ ഭവന്തി ബത കഷ്ടം അദീർഘ ദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കില അസ്മിൻ. ശകുനിജഃ സഹ തു നാരദം ഏകദാ ത്വരിതദോഷം അപൃച്ഛദ് അധീശ്വരം സഹ ച ദിദേശ ഗിരിശം ഉപാസിതും ന തു ഭവന്തം അബന്ധും അസാധുഷു. പദങ്ങൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പോന ശ്ലോകങ്ങളിലെല്ലാം ഭഗവാനോട്, പോന ദശകങ്ങളിലെല്ലാം ഭഗവാനോട് ലീലകളെല്ലാം ചൊല്ലി മുടിച്ച ഇനി കടശിയിലുള്ള 2 ലീലകൾ വൃകാസുരനോട് കഥയും ഭൃഗു പരീക്ഷണവും ദശകത്തിലെ ചൊല്ലറ. ഇഹ തവ ഭക്തേഷു വിഭവഃ സദ്യ ന സമ്പദ്യഃ യത് തത് ഇഹ അശമിനാം മദകൃത്വാത്. ലോകത്തിൽ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ചിലവ പെട്ടെന്ന് സാധാരണ 3 തരത്തിലുള്ള ഭക്തന്മാർ, 4 തരത്തിലുള്ള ഭക്തന്മാർ എന്നെല്ലാം ചൊല്ലുക. ഒന്ന് നിർഗുണഭക്തി. അവൾക്ക് ഒന്നും ആവശ്യമില്ല, ഭഗവാനെ ഭജിക്കണം എന്നുള്ളത് മാത്രമെന്നാ ഉള്ളത്. ചിലവ അപ്പടിയല്ല, ഭഗവാനെ ഭജിക്കും എന്നാൽ സ്വന്തം ആവശ്യത്തിനും കേൾക്കും എന്നുള്ള രീതിയിൽ മധ്യമഭക്തി. പിന്നെ അധമഭക്തി എന്ന് ചൊല്ലാൻ മാട്ട, പ്രാകൃത ഭക്തി ചൊല്ലുക. പ്രാകൃത ഭക്തിയുള്ളവ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഭഗവാന്റെ പോവുക. ആവശ്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഇന്ന് ചൊല്ലുവാളെ കാര്യം നടക്കുവോളം, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ. അപ്പം അന്തമാതിരി ഉള്ള ആളുകളും ഉണ്ട്. അപ്പോൾ സദ്യഃ ന സമ്പദ്യഃ യത് തത്, ഏത് ഐശ്വര്യവും പെട്ടെന്ന് കിടക്കണം അപ്പടിന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ഭക്തന്മാരും ഉണ്ട്. ഇഹ അശമിനാം മതകൃത്വത്,
അവൾക്ക് അന്ത ഐശ്വര്യം കടച്ചാൽ തന്നെ അഹങ്കാരവും പെട്ടെന്ന് വരും. അപ്പം അതിനാൽ ഇത് മനസ്സിലാക്കുവർ ഭഗവാൻ വിഷ്ണു. രമാജാനി ജാനി ലക്ഷ്മീകാന്തൻ ഇത് തെരി. അപ്പം അതിനാൽ ரொம்ப ചീക്കരമൊന്നും ഭഗവാൻ അനുഗ്രഹം പണിയിട മാട്ടാറ്. പ്രശാന്തിം കൃത്വാ തതഃ ഏവ അഖിലം കാമം പ്രതിശസി. അവളോട് ശമഗുണം ഇല്ലാതെക്കാക്കി അവളെ അതൊക്കെ തക്കനെയാ പാകപ്പെടുത്തിയെടുത്തതുക്ക് അപ്പുറം മാത്രം താൻ അഖില കാമം പ്രതിശസി. അവൾക്ക് വേണ്ട അഭീഷ്ടങ്ങളാണ് കാര്യങ്ങളെല്ലാം ഭഗവാൻ വരങ്ങളെല്ലാം കൊടുത്തരാം. അത് ഭഗവാൻ വിഷ്ണുവിட்ட പോനാൽ ഉടനെ ഒന്നും ചിലപ്പോൾ കാര്യം നടക്കാതെ നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് പാകപ്പെടുത്തി അതുക്കപ്പുറം താൻ കൊടുത്തരാം. പ്രശാന്തേഷു ക്ഷിപ്രം എന്ന ശമഗുണം തികഞ്ചയച്ചാന അന്ത ഒരു അവസ്ഥയ്ക്ക് എത്തിയച്ചാന പിന്നെ ക്ഷിപ്രം ഉടനെ കടക്കുകയും ചെയ്യും. ഭവതിയെ ന ഖലു ച്യുതിഗത. അപ്പടി ശമഗുണം തികഞ്ഞവനോട് കാര്യത്തിൽ ഒരു അവനക്ക് പിന്നെ കീഴ്പോട്ട് ഉള്ള യാത്ര എടുക്കാതെ വെച്ചടി മുകൾക്കായിരിക്കും അവനോട് യാത്ര. വിഭോ കേചിത് നിജഗുണാനുഗുണം സദ്യ പ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ ഭജന്ത. വിഭോ എല്ലായിടത്തിലേയും നിറഞ്ഞിരിക്കപ്പെട്ട സർവവ്യാപി സർവശക്ത. ചില ഭക്തന്മാർ നിജഗുണാനുഗുണം ഭഗവാനോട് ഗുണത്തോടൊപ്പം അവനവനോട് ഗുണത്തെയും ചേർത്ത് ചൊല്ലിന്തിരിപ്പാളാം. അതുകൂടായിക്ക് ക്ഷണത്തില് ക്ഷണത്തില് കോപിക്കപ്പെട്ടവാളുമാക്കും ബ്രഹ്മാവും ശിവനും വിധി ശങ്കരാദീൻ. ബ്രഹ്മാവും ശിവനും അവളെല്ലാം ചില ഭക്തന്മാർ സേവിപ്പം. അപ്പം ഇങ്ങനെ ഒരു തരാതരമൊന്നും കിടയാതിട്ടുള്ള അത് പ്രത്യേകം മനസ്സിലാക്കണം. വിഷ്ണു പെരിശ് ശിവൻ ചിന്നത് അല്ലെ ശിവൻ പെരിശ് ബ്രഹ്മ ചിന്നത് എന്നൊന്നും കിടയാതെ രണ്ടുപേരും ക്ഷിപ്രപ്രസാദികളാക്കും ബ്രഹ്മാവും ശിവനും. അസുരന്മാരെല്ലാം பார்ത്ത എല്ലാവരും ബ്രഹ്മാവിയായിരിക്കും തപസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ കഷ്ടം അദീർഘദൃഷ്ട്യാ ഭ്രഷ്ടാഹ ഭവന്തി ബത അസ്മിൻ സ്പഷ്ടം ഉദാഹരണം വൃകാസുരഃ കില. ഹേ കഷ്ടമേ, ഒട്ടും ദീർഘദൃഷ്ടിയില്ലാക്കി ദീർഘാലോചനയില്ലാക്കി ഭ്രംശം വന്ന ഭ്രഷ്ടാഹ ഭവന്തി ഭ്രംശം വന്ന ഒരു കഥ, ആശ്ചര്യமான ഒരു കഥ ഉദാഹരണ സഹിതം നാന്ത വൃകാസുരനോട് കഥയെ ചൊല്ല. അങ്ങ് രജോ ഗുണവും തമോ ഗുണവും ഉദ്ദേശിച്ചാക്കും ഗുണം എന്നുള്ള വാക്ക് ചൊല്ലിയിരിക്കാം. നിജഗുണാനുഗുണം. ശകുനിജഃ സഹാതു ഏകദാ നാരദം ത്വരിതദോഷം അധീശ്വരം അപൃച്ഛത്. ശകുനി ചൊല്ലിയിട്ടൊരു അസുരൻ, ഇത് ഭാരതത്തിലുള്ള ശകുനി അല്ലാതെ ശ്രദ്ധിക്കണം, മഹാഭാരതത്തിലുള്ള ശകുനിയല്ല, വേറെ ഏതോ ഒരേ പേരിലെ പല ആളുകൾ ഇരിക്കലാം. ഇല്ല ശ്രീധരൻ ചൊല്ലി എത്രയോ പേരിരിക്കലാം, മാധവൻ എത്രയോ പേരിരിക്കലാം. അതേമാതിരി ശകുനി എന്നുള്ള ഒരു അസുരൻ, അവനോട് പുത്രൻ വൃകാസുരൻ ഒരിക്ക നാരദ മഹർഷിയിട്ട പോയി കേട്ടാരാം. ഒട്ടാനെ എനിക്ക് സദ്യപ്രസാദൻ ഒട്ടാനെ പ്രസാദിപ്പിക്കപ്പെട്ട ഈശ്വരൻ ആരാക്കും ചൊല്ലി കേട്ടാരാം. ഒട്ടാനെ നാരദ മഹർഷിയോട് നാവിലെന്ത് വന്ന് ഗിരീശം ഉപാസിതും, ഗിരീശനെ ശിവനെ ഉപാസന പണിക്കോ அப்படின்னு சொன்னாங்க. சஹா திதேஷாச்ச அவர் நாரதரை அப்படி சொல்ல அசாதுஷு அபந்தும் பவந்தும் தூணா. അപ്പോൾ എന്നത്തുനാല നാരദർ എപ്പോഴും നാരായണ ചൊല്ലപ്പെട്ട നാരദർ ഏൻ ശിവനോട് പേര് ചൊന്നാർ എന്ന് കേട്ടാൽ അവനോട് മനസ്സിലിരിക്കപ്പെട്ട അന്ത എണ്ണം എന്നതോ അത് പാത്തിട്ടാക്കും ചൊന്നത്. അവനോട് മനസ്സിൽ നല്ല
എണ്ണമില്ലേ എന്നുള്ളത് 4. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ശിവനോട് പേരാക്കം ചൊല്ലാൻ. ഇനി വൃകാസുരനോട് തപസ്സും വരവുമെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ பார்க்கலாம். ഹരേ കൃഷ്ണ.